ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉടൻ തന്നെ ഉണ്ടാവാൻ പോകുന്ന ആ ഒരു മിറാക്കിളും അതുപോലെ തന്നെയാണ് പേഴ്സൻ്റെ ഒരു ഇമോഷൻസും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുമായിട്ട് റെസണേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഈ ഒരു മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് എപ്പോഴാണോ നമ്മൾ ഈ ഒരു ഇത് കാണുന്നത് അപ്പോൾ മുതലാണ് അത് വാലിഡ് ആവുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ടെൻഷൻസൊക്കെ മാറ്റി വളരെ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി എന്താണ് പറയുന്നതെന്ന് നമുക്കപ്പോൾ നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് നമ്മളോട് പറയുന്ന ഒരു മെസ്സേജ്, നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെ ഒരു ഇമോഷണലി ഭയങ്കര തകർന്നൊരവസ്ഥയിലാണ്. മെൻ്റലിയും ഇമോഷണലിയും വളരെയധികം ആ പേഴ്സണ് നല്ല രീതിയിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഒരുപാട് സങ്കടകരമായ ഒരു സ്റ്റേജിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളും ഇപ്പോൾ മേ ബി നിങ്ങൾ തമ്മിലൊരു റിലേഷൻ ഉണ്ടാവത്തില്ലായിരിക്കും, അതല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ വളരെയധികം ഇമോഷണൽ ഡാമേജസ് ഒക്കെ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. മേ ബി ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വേറൊരു അഫെയറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ ഇൻവോൾവ് ചെയ്തിട്ട് ആ ഒരു റിലേഷനെ മാക്സിമം കുളമാക്കി തന്നിട്ട് ആ ഒരു സ്റ്റേജിലോട്ടും പോകുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷനുമാകാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തകർന്ന ഒരു മൈൻഡ് മൊത്തം തകർന്ന ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും വഴക്കുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു പേഴ്സൺ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരിക്കാം, എന്താണെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം, അതായത് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളോട് വളരെയധികം ഡീപ്പായിട്ടുള്ളൊരു ഇമോഷൻസ്, സ്നേഹവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് തരുന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ചിലപ്പോൾ ചെറിയൊരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിനൊക്കെ ആയിരിക്കാം നിങ്ങൾ അകന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. നിങ്ങളെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങളെ ഫൊർഗീവ് ചെയ്യുന്നതും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ പേഴ്സണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിപ്പോൾ മിണ്ടാതിരിക്കുകയാണെങ്കിലും ആ പേഴ്സൺ അറിയാം ഇതിങ്ങനെയൊന്നും ആവില്ല, ഇതെന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നല്ലതുപോലെയുണ്ട്. പിന്നെ ഓരോ ദിവസം ചെല്ലുന്നോറും നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ കൂടി വരികയാണ് ചെയ്യുന്നത്. അതല്ലാതെ ആ പേഴ്സണ് നിങ്ങളോട് ഒരു തരത്തിലും സ്നേഹം ഇല്ല എന്ന് നമുക്ക് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നില്ല. കാരണം വെച്ചാൽ ദിവസം ചെല്ലുന്നോറും ആ ഒരു ഇഷ്ടം കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പിലാണെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വരാനുള്ളൊരു 100% ഒരു ചാൻസ് തന്നെയുണ്ട് എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത്. ഈ പേഴ്സൻ്റെ മൈൻഡിൽ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. അതുപോലെ തന്നെ നിങ്ങളോട് വളരെ ഡീപ്പ് ഡൗൺ ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുമ്പോൾ ഇത്രയും നാളും എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്, ആ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റീസ് എല്ലാം തന്നെ മാറി എൻ്റയർലി പുതിയ ഒരു മനുഷ്യനായിട്ടായിരിക്കും വരുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു മൈൻഡൊക്കെ ഇപ്പോൾ ആ പേഴ്സൺ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇനി നിങ്ങളെ ആ പേഴ്സൺ വിഷമിപ്പിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബോണ്ട് വളരെയധികം സ്ട്രോങ് ആക്കുക. പിന്നെ വളരെ ഡീപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷനെ കൊണ്ടുപോവുക. അതേപോലെ തന്നെ ഇതേപോലുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെ നല്ല ഒരു രീതിയിലോട്ടാണ് ഇനി നിങ്ങളുടെ ആ ഒരു റിലേഷൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലംസൊക്കെ മാറ്റി നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ആ ഒരു ലൈഫാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോൾ കിട്ടാൻ പോകുന്നത്. അത് ഈ പേഴ്സണ് ശരിക്കും ഇപ്പോൾ ഈ പേഴ്സൺ എന്തായിരുന്നു ഇത്രയും നാളും അതിൽ നിന്നുമൊക്കെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ പെരുമാറുന്നതും ഒക്കെ. കാര്യം എന്തെന്ന് വെച്ചാൽ
നിങ്ങളോട് കാണിച്ചിട്ടുള്ള തെറ്റ്, അതായത് നിങ്ങളെ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുക, ആ ഒരു ടൈമിലൊക്കെ നിങ്ങളോട് കാണിച്ച ആ തെറ്റുകളെ കോർത്ത് ആ പേഴ്സൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും അതൊക്കെ മാറാൻ വേണ്ടിയും ഇത്രയും നാൾ എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒട്ടും കംഫർട്ടല്ല ആ ഒരു പേഴ്സൺ, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു വിഷമങ്ങൾ നിങ്ങളോട് കാണിച്ചതിലേക്ക് ഒരുപാട് ആ പേഴ്സണ് വിഷമമുണ്ട്. ഈ ഒരു പേഴ്സൺ വളരെ പൊസസീവാണ്, ഇപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡിലാണ്. അതായത് നിങ്ങൾ ഇത്രയും നാളും കണ്ടതിൽ നിന്നൊക്കെ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു രീതിയിലാണ്. പിന്നെ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ആ ഒരു ഇടയിൽ വന്നിട്ടുള്ള പ്രോബ്ലംസും ആരൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതും അവരോടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ടും റിവെഞ്ച് ചെയ്യണം. അങ്ങനെ വല്ലാത്തൊരു എന്താ പറയുക, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങളോട് കാണിച്ചാലും അതിൽ വിഷമിച്ച് നിങ്ങളോടിപ്പോൾ നേരത്തെ പണ്ടുണ്ടായതിനേക്കാളിലും ഒരുപാട് നല്ല ഡീപ്പിൽ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെയുണ്ട്. അതായത് ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സംഭവം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ ആ ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പൊസസീവ്നെസ്സും ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ ശരിക്കും ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പണ്ടൊക്കെ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ കുറവായിരിക്കാം. ബട്ട് ഇനി ആ ഒരു ഇതൊക്കെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പൊക്കെ മാറി ഭയങ്കര രീതിയിലും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും ആ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു കുറച്ച് പൊസസീവ് ആയിരിക്കും. പക്ഷേ നിങ്ങളതോർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു പേരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ടൈപ്പ് ഓഫ് പൊസസീവ്നെസ് ഒന്നും അല്ല. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ആ ഒരു തിരിച്ചു വരുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ അതായിരിക്കും. ഈ ഒരു പേഴ്സൺ നിങ്ങൾ എത്രയും നാളും ഈ പേഴ്സണെ വലിച്ച് ബാക്കിലോട്ട് നിർത്തിയിരിക്കുന്ന ആ ഒരു ബന്ധനങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ് ശരിക്കും പുതിയ ഒരു ഇതിലോട്ടാണ് ആ പേഴ്സൺ വരുന്നത്. ഇപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ആ പേഴ്സൺ മൈൻഡ് സെറ്റൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തും ആ ഒരു പേഴ്സണ് ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ആ പേഴ്സൺ തകർത്ത് മാറ്റി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഡീപ്പ് ഡൗൺ ആ പേഴ്സണ് നിങ്ങളോട് വളരെ നല്ല രീതിയിലൊരു ഇമോഷൻസും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നോർമലായിട്ട് നിങ്ങൾ സംസാരിക്കുക, പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാതിരിക്കുക. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ആ പേഴ്സണെ കാമാക്കി ആ ഒരു രീതിയിൽ കൊണ്ടുപോകുക. കാരണം വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ഇമോഷണൽ ഡാമേജിൽ കൂടിയും ഒക്കെ വന്നിട്ടുള്ളതാണ്. എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ ആ ഒരു പേഴ്സണെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ദുഃഖിച്ചും അങ്ങനെ ഒരുപാട് ചിന്തിച്ചും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ കൂടെയൊക്കെ നമ്മുടെ അടുത്തോട്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് മെഡിറ്റേഷൻസും അല്ലെങ്കിൽ അതേപോലെ ശരിക്കും ഐസൊലേറ്റ് ചെയ്ത് ആ ഒരു ഭാവത്തിൽ നിന്നാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ആ പേഴ്സൺ വന്നിരിക്കുന്ന ആ ഒരു ഇത് ഒക്കെ കൊടുത്ത് വേണ്ട സ്പേസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. നമ്മൾ ആ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുക. കാരണം വെച്ചാൽ അത്രയും ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെയാണ് ആ പേഴ്സൻ്റെ മൈൻഡിൽ നടന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ലൈഫിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ പേഴ്സൺ ഉള്ള ആ ഒരു ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെ അടുത്തിലേക്ക് തന്നെ തിരികെ വന്നത്. ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് എവിടേക്ക് പോയാലും നിങ്ങൾ ആ പേഴ്സൺ ഒരിക്കലും മറക്കുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാസ്റ്റ് ലൈഫിൽ തന്നെ ആ പേഴ്സൺ എപ്പോഴും സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. കാരണം വെച്ചാൽ ഒരിക്കലും നിങ്ങളെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളും ആ പേഴ്സണെ നല്ലപോലെ അറിയാം. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നത് ഭയങ്കര സന്തോഷം കൊടുക്കുന്നതും നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷനൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യും, ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലത്തെ ഒരു റിലേഷൻ ആ പേഴ്സണ് വേറെ ആരുടെ അടുത്തൊന്നും കിട്ടിയിട്ടുണ്ടാവത്തില്ല. മേ ബി ഫാമിലിയിൽ ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അതായത് കുഞ്ഞിലെ മുതലേ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ളൊരു റിലേഷനും ആ ഒരു ഇഷ്ടമൊക്കെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ടൈമൊക്കെ ആ പേഴ്സൺ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ തന്നെയും ഒരുപാട് മിണ്ടാതിരിക്കുമ്പോഴൊക്കെ തന്നെ ഒരുപാട് ആ പേഴ്സൻ്റെ ഉള്ളിൽ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു പേഴ്സൺ തിരിച്ചു വന്നാലും നമ്മൾ ആ ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ വെച്ച് തന്നെ ആ പേഴ്സണോട് നമ്മൾ സംസാരിക്കുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ കണ്ട ഒരു ക്യാരക്ടർ അല്ലായിരിക്കും ചിലപ്പോൾ വരുന്നത്. അതായത് ഈ ഇത്രയുമൊക്കെ സ്ട്രഗിൾ ചെയ്ത് വരുന്നതൊക്കെ കൊണ്ടും അപ്പോൾ നമ്മൾ ഈ പഴയ കാര്യങ്ങളൊക്കെ പിന്നെയും എടുത്തിട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയല്ലേ വന്നത്, അതുകൊണ്ടല്ലേ നിങ്ങൾ തിരിച്ചു വന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരിക്കലും സമ്മതിച്ച് തരത്തില്ല, അല്ലെങ്കിൽ വാശി പിടിച്ചും ഭയങ്കര അങ്ങനെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ആ പേഴ്സണിൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി മാക്സിമം കൺട്രോൾ ചെയ്തും അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ പേഴ്സൺ ഗ്രാജുവലി പഴയ രീതിയിലോട്ടൊക്കെ വരും. പക്ഷേ നമ്മൾ അതിന് വേണ്ടി ടൈം കൊടുക്കുക, പിന്നെ നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അതാണ് ഇവിടെ പറയാനുള്ള മെയിൻ കാര്യം. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ആ ഒരു പേഴ്സണെ ഇറിറ്റേറ്റ് ചെയ്യാതെ ഫുൾ സപ്പോർട്ടും കൊടുത്ത് കൂടെ നിൽക്കുക. അപ്പോൾ ചെറിയ തരത്തിലുള്ള പൊസസീവ്നെസ് കാണിക്കും, അതൊക്കെ ഒന്ന് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പേഴ്സണിൻ്റെ ഉള്ളിൽ നിങ്ങൾ എപ്പോഴും ഉണ്ട്. സോ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഉടൻ തന്നെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സോ അപ്പോൾ എൻ്റെ റീഡിങ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ താങ്ക് യു മൈ സോൾ ഫാമിലി.